സൗദിക്ക് തണലായി മന്ത്രിയുടെ സ്നേഹവീട്. നിർധനരായ കുടുംബങ്ങൾക്ക് വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായുള്ള 12ാമത്തെ വീടാണ് സൗദിക്ക് നൽകിയത്. താക്കോൽദാനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. 8 ലക്ഷം രൂപ ചിലവിൽ 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. നിർധനരായ കുടുംബങ്ങൾക്ക് വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി 12ാമത്തെ വീട് കൈമാറി. കടുങ്ങല്ലൂർ എരമം തച്ചന്തുരുത്ത് പരേതനായ അഷ്റഫിന്റെ ഭാര്യ സൗദക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. സൗദാത്തെയും കുടുംബവും അടത്തുറപ്പുള്ള ഒരു വീട്ടിലേക്ക് മാറുകയാണ്. വിധവകളും പെൺകുട്ടികളുടെ അമ്മമാർക്കുമാണ് ഈ പദ്ധതിയിൽ മുൻഗണന. എന്നാൽ വളരെ ഡിസർവിംഗ് ആയ മറ്റ് ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ 22 വീടുകൾക്ക് നമ്മൾ കല്ലിട്ടു. 12ാമത്തെ വീടിന്റെ താക്കോലാണ് ഇന്ന് കൈമാറുന്നത്. ഇനിയിപ്പോൾ 2 കൂടി ഈ ദിവസങ്ങളിൽ തന്നെ കൈമാറാൻ പോവുകയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ താക്കോൽ ദാനമില്ല, താക്കോൽ കൈമാറ്റമാണ്. കാരണം അവർക്ക് ഏതൊരാൾക്കും അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ അവകാശമുള്ളതാണ്. എന്നാൽ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് പലർക്കും അടച്ചുറപ്പുള്ള സ്വന്തമായി വീടില്ല. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, കൊച്ചി വിമാനത്താവള കമ്പനി, സുഡ്കെമി, ഇൻകൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജഗിരി ഫൗണ്ടേഷനാണ് പദ്ധതിയുടെ നിർവഹണം. ഇതോടൊപ്പം മറ്റ് സ്ഥാപനങ്ങളുടെ സഹായവുമുണ്ട്. 8 ലക്ഷം രൂപ വീതം ചെലവഴിച്ച് 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ചടങ്ങിൽ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷനായിരുന്നു. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, വാർഡ് മെമ്പർ ടി ബി ജമാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എ അബൂബക്കർ, കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജഹാൻ, മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.